എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. ടിക്ടോക്കിലൂടെ വൈറലായ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കൊറിയൻ കോഫിയാണ് ഡാൽഗോണ കോഫി അഥവാ വീപ്2 കോഫി. ഉരുക്കിയ പഞ്ചസാരയും ബേക്കിംഗ് സോഡയും ചേർത്തുണ്ടാക്കുന്ന ഡാൽഗോണ എന്ന കൊറിയൻ ക്യാൻഡിയിൽ നിന്നും ഇൻസ്പയർഡ് ആയാണ് ഈ കാപ്പിക്ക് ഡാൽഗോണ കോഫി എന്ന പേര് വന്നത്. മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ മറ്റു ഡ്രിങ്ക്സ് റെസിപ്പികൾ കാണാവുന്നതാണ്. റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയുമായി ഷെയർ ചെയ്യാനും മടിക്കരുത്. കഫേ കോഫിയുടെയിലും സ്റ്റാർബക്സിലും ഒന്നും പോകാതെ തന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഈ വീപ്2 കോഫി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു ബൗൾ എടുക്കാം. ഒരു ഡാൽഗോണ കോഫി തയ്യാറാക്കാനായി 5 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ. ഞാനിവിടെ നെസ്കഫേയുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 5 ടീസ്പൂൺ പഞ്ചസാര, ഗ്രാനുലേറ്റഡ് പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. 5 ടീസ്പൂൺ തിളച്ച വെള്ളം എന്നിവയാണ് വേണ്ടത്. നല്ല ചൂടുള്ള വെള്ളം എടുത്താലാണ് പെട്ടെന്ന് പതഞ്ഞു വരിക. ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്ത് തുടങ്ങാം. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാം. വെള്ളം ചേർക്കുമ്പോൾ അളവ് കൂടിപ്പോകരുത്. ഈ കാപ്പിപ്പൊടി ഒന്ന് അലിയാനുള്ള വെള്ളം മാത്രം മതി. ഈ വിസ്ക് കൊണ്ട് 3 തൊട്ട് 5 മിനിറ്റ് വരെ ബീറ്റ് ചെയ്താലും നല്ല പെർഫെക്റ്റായി വിപ്പായി കിട്ടും. ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ വെറും 1 മിനിറ്റിൽ ഇത് റെഡിയാക്കി എടുക്കാം. ഇത് ബീറ്റ് ചെയ്യുമ്പോൾ വളരെ സ്പീഡിൽ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പതഞ്ഞു കിട്ടും. സ്പീഡിൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല, സാവധാനത്തിൽ ചെയ്താലും മതി. പക്ഷേ ഇത് പതഞ്ഞു പൊങ്ങാൻ കൂടുതൽ സമയമെടുക്കും. ഞാൻ നല്ല സ്പീഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ടെക്സ്ചറാണ്. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് സ്റ്റിഫാകാൻ 2 മിനിറ്റ് കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇത് മിക്സിയിൽ തയ്യാറാക്കിയാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വിപ്പ് ചെയ്ത് കിട്ടില്ല. അപ്പോൾ കോഫി പൗഡർ ഇവിടെ പെർഫെക്റ്റായി വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് എടുക്കാം. അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഐസ് വേണ്ടാത്തവർ ഇത് ചേർക്കേണ്ടതില്ല. ഇനി ഇതിലേക്ക് പാലൊഴിക്കാം. ഞാനിവിടെ തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്. ഗ്ലാസിൻ്റെ 2 ഭാഗം മാത്രം പാലൊഴിച്ചാൽ മതി. ബാക്കി ഭാഗം വീപ്2 കോഫി ക്രീം കൊണ്ട് ഫില്ല് ചെയ്യാം. ഇതിന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഡാൽഗോണ കോഫിയുടെ റെഡി ആയിട്ടുണ്ട്. ക്വാറന്റൈൻ കോഫി ചലഞ്ചിൽ ട്രെൻഡിങ് ആയി ഡാൽഗോണ കോഫി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായി ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. ബൈ, ടേക്ക് കെയർ.